വേഗം വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. പാപത്തെയും മരണത്തെയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് റോമർ 6:23 പറയുന്നത് പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ. എന്നാൽ അതിനേക്കാൾ ഒരുപടി ഉയർത്തി പറയുന്നത് ദൈവത്തിൻ്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിത്യജീവൻ ആകുന്നു. അതായത് പാപത്താൽ മരണം സംഭവിക്കുമ്പോൾ ദൈവകൃപ നമ്മെ നിത്യജീവനിലേക്ക് നയിക്കുന്നു. പാപത്തിൽ നിന്ന് മനുഷ്യനെ വിട്ടുവയ്ക്കുവാൻ എല്ലാ മതങ്ങളും പരിശ്രമിക്കുന്നുണ്ട്. ഒരളവ് വരെ ഇവയ്ക്കൊന്നും ഫലം കാണുവാൻ കഴിയുന്നില്ല. മനുഷ്യവർഗം മുഴുവൻ പാപത്തിൽ വീണിരിക്കുകയാണ്. പാപം ചെയ്യാതെ നന്മ മാത്രം ചെയ്യുന്ന ഒരു നീതിമാനും ഭൂമിയിലില്ല എന്ന സഭാപ്രസംഗി 7:20 വായിക്കുന്നത്. യിരെമ്യാവ് ഇസ്രായേലിനെ കുറിച്ച് പറയുന്നത് ഒരിക്കലും സൗഖ്യമാക്കുവാൻ കഴിയാത്ത മുറിവുകൾ പിടിച്ചിരിക്കുന്നവൾ എന്ന യിരെമ്യാവ് 30:12-13 വാക്യങ്ങൾ. മുറിവുകൾ ഉണ്ടാകുവാനുള്ള കാരണം 15-ാം വാക്യത്തിൽ പറയുന്നത് നിന്റെ അകൃത്യത്തിൻ്റെ ആധിക്യം നിമിത്തവും നിന്റെ പാപത്തിൻ്റെ പെരുപ്പം നിമിത്തവുമാകുന്നു. യെശയ്യാപ്രവാചകന്റെ വാക്കുകളിൽ പറഞ്ഞാൽ തല മുഴുവനും ദീനവും ഹൃദയം മുഴുവനും രോഗവും പിടിച്ചിരിക്കുന്നു. അടിതൊട്ട് മുടി വരെ സുഖവുമില്ല. മുറിവും ചതവും പഴുത്ത വ്രണവും അത്രേ ഉള്ളൂ. 1-5-6 വാക്യങ്ങൾ. പൗലോസ് പറയുന്നു അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവർ. എഫെസ്യർ 2:1 വാക്യം. സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നത് എല്ലാവരും പാപം ചെയ്ത് വഴിതെറ്റി ഒരുപോലെ കൊള്ളിരാത്തവരായി തീർന്നു. നന്മ ചെയ്യുന്നവനിൽ ഒരുത്തൻ പോലും ഇല്ല. 14:3. ഈ വിധത്തിലുള്ള പാപ അവസ്ഥയിൽ നിന്ന് മനുഷ്യന് സ്വയം വിടുതൽ ലഭിക്കില്ല. എന്നാൽ നമ്മുടെ മുറിവുകളെ പൊറിപ്പിക്കുന്ന ഒരുവനുണ്ട് എന്ന് യിരെമ്യാവ് പറയുന്നു. ഞാൻ നിന്റെ മുറിവുകളെ പൊറിപ്പിച്ച് നിനക്ക് ആരോഗ്യം വരുത്തും. 30:17. വീണ്ടും പറയുന്നത് ഞാൻ നിനക്ക് സൗഖ്യം നൽകി എൻ്റെ ജനമാക്കുകയും ഞാൻ നിങ്ങൾക്ക് ദൈവമായിരിക്കുകയും ചെയ്യും. 30:22. പാപത്തിൻ്റെ ഫലമായി സൗഖ്യമാക്കുവാൻ വയ്യാത്ത മുറിവുകളും പരുക്കുകളും മൂലം വേദന അനുഭവിക്കുന്ന നമ്മെ സകല അകൃത്യത്തിന് വിടുവിച്ച് സ്വന്തം ജനമാക്കി തീർക്കുന്നതിനാ ദൈവം തൻ്റെ പുത്രനെ ഈ ലോകത്തിന് നൽകിയത്. അതായത് ദൈവം മനുഷ്യന് കൊടുത്തിരിക്കുന്ന വില വളരെ വലുതാണ്. ദൈവത്തിന് തൊട്ടടുത്ത സ്ഥാനമാണ് നമുക്ക് നൽകിയിരിക്കുന്നത് എന്ന 8-ാം സങ്കീർത്തനക്കാരൻ പറയുന്നത്. മർത്യനെ നീ ഓർക്കേണ്ടതിന് അവനെന്ത്, മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവനെന്തുമാത്രം. നിയമനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അണിയിച്ചിരിക്കുന്നു. 4-5 വാക്യങ്ങൾ. ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നാം ഓരോരുത്തരും വിലയുള്ളവരാ. എന്നാൽ ദൈവം നമുക്ക് നൽകിയതുപോലെയുള്ള വില നാം സമസൃഷ്ടങ്ങൾക്ക് നൽകുന്നില്ല. മറ്റുള്ളവരെ എത്ര നിസ്സാരന്മാരായിട്ടാണ് നാം കാണുന്നത്. മനുഷ്യജീവന് യാതൊരു വിലയും കൊടുക്കാതെയുള്ള പ്രവൃത്തിയല്ലേ നാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടും നമ്മെ തള്ളിക്കളയാതെ സ്നേഹിക്കുന്ന ദൈവം, ആ ദൈവം പറയുന്നത് ഞാൻ നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാ. ഞാൻ നിങ്ങളെ വിലയുള്ളവരായിട്ടാണ് കണ്ടിരിക്കുന്നത്. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. അതേ വിധത്തിൽ നീ നിൻ്റെ സഹോദരനെയും സ്നേഹിക്കുവാൻ തയ്യാറാകണം. കർത്താവ് പാപത്തിൽ നമ്മെ വീണ്ടെടുക്കുവാനുള്ള കാരണം എന്താ? എന്തിനാണ് നമ്മെ വിലയ്ക്ക് വാങ്ങിയത്? എഫെസ്യർ 2:6-7 വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, ക്രിസ്തുയേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തൻ്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന് ക്രിസ്തുയേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ചു സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. അതായത് പാപത്തിൽ നിന്നും അകരത്തിൽ നിന്നും നമ്മെ വീണ്ടെടുത്തത് കർത്താവിനോടുകൂടി സ്വർഗത്തിൽ ഇരുത്തുവാനാണ്. കർത്താവിനോട് കൂടെ ഇരിക്കും എന്നത് എത്ര ഭാഗ്യകരമായ അനുഭവമാണ്. പാപത്തിൻ്റെ കഠിനമായ അവസ്ഥയിൽ ആരാലും സൗഖ്യമാക്കുവാൻ കഴിയാത്ത വിധത്തിൽ മനുഷ്യൻ വേദനിച്ച് നിരാശയിൽ ജീവിക്കുകയാണ്. ഇതിൽ നിന്നൊരു വിടുതൽ നമുക്ക് ആവശ്യമല്ലേ? ആ വിടുതൽ യേശുക്രിസ്തുവിൽ കൂടിയല്ലാതെ മറ്റ് യാതൊരു പ്രവൃത്തിയാലും നമുക്ക് ലഭിക്കില്ല. പാപത്തിൽ നിന്നുള്ള വിടുതലിന് വേണ്ടിയാണ്
കർത്താവ് നമ്മെ മാടി വിളിക്കുന്നത്. അവൻ പറയുന്നു, എൻ്റെ അടുക്കൽ വരിക. നമ്മെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുവാനാണ് ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത്. വീണ്ടെടുപ്പിൻ്റെ വലിയ ശുശ്രൂഷ അതാണ് കാൽവറിയിൽ അവൻ നിർവഹിച്ചത്. ക്രൂശിന് ചുവട്ടിൽ ചെല്ലുന്ന ആർക്കും അവൻ വിടുതൽ നൽകും. മാത്രമല്ല, നിത്യജീവൻ നൽകി നമ്മെ തന്നോടുകൂടി സ്വർഗത്തിലെത്തുകയും ചെയ്യും. ഈ അവകാശം പ്രാപിപ്പാൻ ഒന്ന് മാത്രം ചെയ്താൽ മതി. പാപമേറ്റു പറഞ്ഞ് ക്രൂശിൻ്റെ ചുവട്ടിൽ ഏൽപ്പിച്ചു കൊടുക്കുക. കർത്താവേ, ക്രൂശിലൊഴുക്കിയ രക്തത്താൽ എന്നെ ശുദ്ധീകരിച്ച് സ്വർഗീയ അനുഭവത്തിൽ എന്നെയും ചേർക്കണമേ. ആമേൻ. Listen.